നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തു നിന്നുള്ളവരോടോ മതത്തിൽ നിന്നുള്ളവരോടോ മാത്രമല്ല യേശുവിന് അനുകമ്പയുള്ളതെന്ന് ഓർമ്മിപ്പിച്ച് ലിയോ 14 പാപ്പ. കാസിൽ ഗാൻഡോൾഫയിലെ വില്ലനോവയിൽ സെന്റ് തോമസ് പൊന്തിഫിക്കൽ ഇടവകയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി തനിക്ക് സമ്മാനമായി ലഭിച്ച പരിസ്ഥിതി സൗഹൃദ പോപ്പ് മൊബൈലുകളിൽ ഒന്നിൽ കാസിൽ ഗാൻഡോൾഫയിലെ തെരുവുകളിലൂടെ ചുറ്റുവിശ്വാസികളെ കാണുകയും ചെയ്തു. സെന്റ് തോമസ് ഇടവകയ്ക്ക് ലിയോ 14 പാപ്പ ഒരു കാസ് സമ്മാനമായി നൽകുകയും ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ 2025 അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. അധ്യാപക പരിശീലനം കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവ് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമരശ്ശേരി, രൂപതാ വിശ്വാസ ജീവിത പരിശീലന ഡയറക്ടർ തോമസ് വാളവനാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സഭാത്മക ജീവിതത്തിൽ അടിത്തറ പാകി അറിവിലൂടെ അനുഭവത്തിലേക്ക് കുട്ടികളെ നയിക്കുവാൻ നൂതന രീതി പരിചയപ്പെടുത്തുന്നതായിരുന്നു ഈ പരിശീലന പരിപാടി. നൈജീരിയയിൽ 3 സെമിനാരി വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി. നൈജീരിയയിലെ ഔച്ചി കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള സെമിനാരിയിൽ നിന്നാണ് 3 വൈദിക വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിൽ നടന്ന സായുധ ആക്രമണത്തിന് പിന്നാലെയാണ് 3 സെമിനാരി വിദ്യാർത്ഥികളെ കാണാതായത്. ആക്രമണ സംഭവത്തിനിടെ സെമിനാരിയിലെ സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി തോക്കുധാരികൾ ഉൾപ്പെടുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. യുവജനങ്ങളുടെ ജൂബിലി ആഘോഷങ്ങൾക്കായി ഒരുങ്ങി റോം. ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് യുവജനങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനായി റോമിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി വത്തിക്കാൻ അറിയിച്ചു. ജൂബിലിയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകരെ സഹായിക്കുവാൻ യുവജനങ്ങളായ 4,000 വോളണ്ടിയർമാരെ നിയമിച്ചു. ജൂബിലിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ആകർഷകമായ നിരവധി പരിപാടികളാണ് വത്തിക്കാനിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ജൂലൈ 29 ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് വിശുദ്ധ കുർബാനയോടെയാണ് ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങുന്നത്. കാസിൽ ഗാൻഡോൾഫയിൽ നിന്നും വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ലിയോ 14 പാപ്പ ആഞ്ചലൂസ് പ്രാർത്ഥന നയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. 12 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഈ വേനൽക്കാല വസതിയിൽ നിന്നും ആഞ്ചലൂസ് പ്രാർത്ഥന നയിക്കുന്നത്. ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന നിത്യജീവൻ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് പോലെ ഒരവകാശമായി നമുക്ക് നൽകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഈ ദാനം ലഭിക്കണമെങ്കിൽ നാം അവന്റെ ഇഷ്ടം നിറവേറ്റണമെന്ന് ഈശോ പറയുന്നതെന്നും പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.